വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിൽ ഇനി വരുന്ന ഓണം എക്സാമിന് വേണ്ടിയിട്ട് ചാപ്റ്റർ 3യിൽ നിന്നും ചാപ്റ്റർ 4ൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ആൻഡ് ഈ മലയാളം മീഡിയം ടെക്സ്റ്റ് കണ്ടിട്ട് ഇംഗ്ലീഷുകാരും പോകരുത്. കാരണം ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ടോപ്പിക്സ് പറയുന്നുണ്ട്. ഇതിനകത്ത് 2 ടോപ്പിക്സ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ചാപ്റ്റർ 1ൻ്റെയും 2ൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോം പേജിൽ കയറിയിട്ട് റീസെൻറ്റ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് 3rd ചാപ്റ്ററിലോട്ട് പോകാം. 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. അതായത് ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് 3ാമത്തെ പാഠം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആദ്യത്തെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ ഈ പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് വെക്കുക. പ്ലാനിങ് കമ്മീഷൻ വന്ന കാര്യവും അത് പിന്നെ നീതി ആയോഗമായിട്ട് മാറിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അഥവാ 1ാം പഞ്ചവത്സര പദ്ധതി എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ അഥവാ കൃഷിക്കായിരുന്നു പ്രാധാന്യം നൽകിയത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ടോപ്പിക്കാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ, അതായത് 2ാം പഞ്ചവത്സര പദ്ധതി അല്ലേ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിനായിരുന്നു അത് പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റും സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. കാരണം ഇത് 2 നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാനും ഒക്കെ 4-5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. 2 ടോപ്പിക്സും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചിട്ട് പോവേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ നോക്കിക്കുക, നമ്മൾ ഈ പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്ന പ്രധാന ഫലങ്ങൾ, മേജർ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകണം. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു സെക്ഷനാണ്. ഓക്കെ, ദെൻ അടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ലാൻഡ് റിഫോംസ്. ഭൂപരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ ലാൻഡ് റിഫോംസ് ആണ് കൊണ്ടുവന്നത് എന്നുള്ളത്. അതും ഒരു 3-4 മാർക്കിന് ചെറിയൊരു ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഷുവറായിട്ടുള്ളൊരു ഷോർട്ടസ്റ്റ് ടോപ്പിക്കാണ്. സോ ഇതിൻ്റെ ഗ്രീൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, മീൻസ് നല്ല വശങ്ങളും മോശവശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി വേണം പഠിക്കാനായിട്ട്. എല്ലാം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവം എന്താണെന്നുള്ളത് ഈ ഒരു സെക്ഷനകത്ത് നിന്നൊക്കെ 1 വേർഡ്സ് ഒക്കെ കൂടുതൽ വരാറുണ്ട്, അല്ലാതെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ധവള വിപ്ലവം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് പറയേണ്ടത്. ആക്ച്വലി അതിനകത്തുള്ള മീൻസ് ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ പറ്റുന്ന പോലെ വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് 4th ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ അല്ലേ, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ. സോ ഇതിനകത്ത് ആദ്യമേ തന്നെ നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയുടെ 3 ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു, ദാറ്റ് ഈസ് നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ 3 ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളൊരു 3 പോയിന്റ് പറയുന്നുണ്ട് ആദ്യം. സോ അത് നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കുക, 3 മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ചേരിചേരാ നയമാണ്, പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്. സോ ചേരിചേരാ നയം രൂപീകരിക്കപ്പെട്ട വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അത് രൂപീകരിക്കപ്പെട്ടത്. അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നു, അങ്ങനെ മീൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക. അവിടെ കുറച്ച് വർഷങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് നോക്കി വെച്ചിട്ട് പോവാം. ചേരിചേര നയത്തിൻ്റെ ഫോർമേഷൻ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ദെൻ അതിനുശേഷം പഠിക്കേണ്ട ഒരു കാര്യം പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ചൈനയുമായുള്ള സമാധാനവും സംഘർഷവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ പറ്റിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് 1962 ചൈനീസ് ആക്രമണം, ചൈനീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഇന്ത്യ ചൈന ആദ്യമൊക്കെ നല്ല രീതിയിൽ സൗഹൃദ ബന്ധത്തിലായിരുന്നു, പിന്നീട് അതെങ്ങനെയാണ് ശത്രുബന്ധത്തിലോട്ട് പോയതെന്നും ആ ക്ലാഷ് എങ്ങനെ വന്നു എന്നുള്ളതും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു വയ്ക്കുക. ഇത് എസ് എ ടോപ്പിക്കാണ്, 8 മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് എസ് എ ടോപ്പിക്കാണ്. എസ് എക്ക് വന്നില്ലെങ്കിൽ 5-6 മാർക്കിന് എന്ത് ചെയ്യും, ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ. ഐ തിങ്ക് അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്താണ് നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു മുന്നേ. ദെൻ അടുത്ത് അതുപോലെ പഠിക്കേണ്ടതാണ് വാർസ് ആൻഡ് പീസ് വിത്ത് പാകിസ്ഥാനുമായുള്ള യുദ്ധങ്ങളും
സമാധാനവും എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ പറയുന്നത് 1965 ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ നടന്ന കുറച്ച് പ്രശ്നങ്ങൾ, യുദ്ധത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കുക, അത് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് 1974 ബംഗ്ലാദേശ് യുദ്ധം, ബംഗ്ലാദേശ് വാർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതും നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. അതായത് ഈ പാകിസ്ഥാനോട്ട് റിലേറ്റ് ചെയ്ത് നടന്ന ഈ 2 സംഭവങ്ങളും എസ്ഐക്ക് ചോദിക്കാറുണ്ട്. എവിടെ ആക്ച്വലി ബംഗ്ലാദേശ് യുദ്ധം എന്ന് പറഞ്ഞാൽ പോലും അത് എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് വെക്കുക. ഇന്ത്യ ചൈന യുദ്ധം ആദ്യം പറഞ്ഞത് 62, പിന്നെ 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ദെൻ 71 ബംഗ്ലാദേശ് വാർ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ച് വെക്കണം. 8 മാർക്കിന് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതുപോലെ തന്നെ കാർഗിൽ കോൺഫ്ലിക്റ്റ്, കാർഗിൽ ഏറ്റുമുട്ടൽ. സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. ഒരു 2-3 മാർക്കിനൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ 1 വേർഡ്സ് വരാം. അപ്പോൾ കാർഗിൽ കോൺഫ്ലിക്റ്റ് എന്തായിരുന്നു സംഭവം എന്നുള്ളത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി, ഇന്ത്യയുടെ ആണവ നയം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതൊരു 3-4 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ആണവ നയത്തിൻ്റെ സവിശേഷതകളൊക്കെ എഴുതാൻ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നോക്കി വയ്ക്കുക. ഈ ഒരു 4ാമത്തെ പാഠം അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതാണ് കുറച്ചധികം ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ, ഈ ഞാൻ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് PYQs വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഇത് ഓണം എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, നോർമലി നമ്മുടെ പബ്ലിക് എക്സാം കഴിയുന്നവരെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ചാപ്റ്റേഴ്സ് പറഞ്ഞു തരണമെങ്കിലോ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.